6ാം വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു. പാലക്കാടിന് ശേഷം BJP നമ്മുടെ കേരളത്തിൽ അധികാരം പിടിച്ചെടുത്തു. പാലക്കാട് അരുണിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് വളരെ പെട്ടെന്ന്. പാലക്കാട് നഗരസഭ ഒപ്പം ഷൊർണൂർ നഗരസഭ, ഈ രണ്ട് നഗരസഭകളിൽ BJPയുടെ ദേശീയതയുടെ ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് നഗരസഭകൾ നമുക്കൊരു സന്തോഷമുണ്ട്. ജനകുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഇൻജസ്റ്റിലെ നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ടുള്ള അനന്തുവിന്റെ അമ്മ സിന്ധു ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും അത് ജനം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആഹ്ലാദം നൽകുന്ന അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ എന്ന നിലയ്ക്ക് നമുക്ക് അത് വലിയ രീതിയിൽ അഭിമാനിക്കാവുന്നതാണ്. അനന്തവും ശ്രദ്ധിക്കുക, വരുമ്പോൾ കുറെ മധുരമായിട്ട് വരിക. ഇടയ്ക്ക് അനന്തവും പ്രചരണത്തിന് വേണ്ടി പോയിരുന്നു. അതിന്റെയൊക്കെ ഫലം കൂടിയാണ് അമ്മയുടെ വിജയം. കൂത്തുപറമ്പ് പാലാപ്പറമ്പ് വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥി 347 വോട്ടിന് ആലോചിച്ചോണം. കൂത്തുപറമ്പൊക്കെ ഇടത് കോട്ടകളാണ് ഗൗതം. അവിടെ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിൽ BJP സ്ഥാനാർത്ഥി കൂത്തുപറമ്പ് പാലാപ്പറമ്പ് വാർഡിലാണ് വിജയിച്ചിരിക്കുന്നത്. 347 വോട്ടുകൾക്കാണ് വിജയം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വീണ്ടും നമ്മൾ എനിക്കൊന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 4 UDF-ഉം 2 LDF-ഉമാണ് ലീഡ് ചെയ്യുന്നത്. കുളനാട് പഞ്ചായത്തുകളിൽ 2 വാർഡുകളിൽ BJP വിജയിച്ചിട്ടുണ്ട്. 2 വാർഡുകൾ കുളനാട് പഞ്ചായത്ത് 14-5 വാർഡുകളിലാണ് BJPയുടെ വിജയം. വീണ്ടും തിരുവനന്തപുരം നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, വൻ പോരാട്ടമാണ് എന്നാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. വൻ പോരാട്ടം. NDA 12, LDF 11 എന്ന നിലയിലാണ്. അതായത് ഒരു സീറ്റിന്റെ വ്യത്യാസം. നേരെ പാലക്കാട്ടേക്കാണ് പോകുന്നത്. അരുൺ ആലത്തൂർ, പാലക്കാടും ഷൊർണൂരും. അരുൺ, തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭയിലും ഷൊർണൂരിലും BJPയുടെ വലിയ മുന്നേറ്റമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ ഇതുവരെ ഫലം പുറത്തു വന്നതിൽ 4, 5, 6 വാർഡുകളിൽ BJP വിജയിച്ചു. അതുപോലെ 28ാം വാർഡിലും BJP വിജയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഷൊർണൂരിലേക്ക് വരുമ്പോൾ ഷൊർണൂരിലാണ് വലിയ മുന്നേറ്റം BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ നഗരസഭയിൽ 9 വാർഡുകളിൽ BJP വിജയിച്ചിരിക്കുന്നു. 7 വാർഡുകളിൽ LDF-ഉം 2 വാർഡുകളിൽ കോൺഗ്രസും വിജയിച്ചിരിക്കുന്നു. ഏതായാലും പാലക്കാട് നഗരസഭയ്ക്കൊപ്പം ഷൊർണൂർ നഗരസഭയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ 2ഇടത്തും കഴിയുന്നു എന്നുള്ളതാണ്. ഒപ്പം അകത്തേപ്പുറ മലമ്പുഴ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ പറളി പഞ്ചായത്തുകളിലും BJP ഇപ്പോൾ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം പുറത്തുവരുന്ന വാർത്ത. ഏതായാലും നിലവിൽ ഷൊർണൂർ നഗരസഭയിൽ 9 BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. 7 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 2 വാർഡുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇടത് കോട്ടകളൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് താമര പൂക്കാലം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി. കടക്കൽ പഞ്ചായത്ത്, തെക്കൻ കേരളത്തിലെ കണ്ണൂർ എന്ന് വിശേഷിപ്പിക്കുന്ന, അവർ തന്നെ വിശേഷിപ്പിക്കുന്ന കടക്കൽ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. കൊല്ലത്ത് നിന്ന് മനോജ് കൂടി വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വെങ്ങാനൂർ ഡിവിഷനിൽ NDAയുടെ സ്ഥാനാർത്ഥി ലതാകുമാരി 855 വോട്ടുകൾക്ക് മുന്നിലാണ്. ജില്ലാ ഡിവിഷനാണ്. ഒരുപക്ഷെ മുൻപ് 2015 BJPക്ക് തിരുവനന്തപുരത്ത് ജില്ലാ ഡിവിഷനിൽ ഒരു അംഗം ഉണ്ടായിരുന്നു. അത് പക്ഷേ 2020 പരാജയപ്പെട്ടതാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമം BJP നടത്തിയിരുന്നു. ഇപ്പോൾ വെങ്ങാനൂർ ജില്ലാ ഡിവിഷനിൽ ലതാകുമാരി V 855 വോട്ട്